പരുന്തുരാജാവേ, ഇങ്ങനെ ഞങ്ങൾക്ക് ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ശക്തമായ കൊടുങ്കാറ്റിലും ഞങ്ങളുടെ വീടുകൾ സ്ഥിരത പുലർത്തി. എന്നാൽ എല്ലാവരുടെയും വീടിപ്പോൾ നശിക്കാൻ മാത്രം തുടങ്ങി. ഇത്തവണ എന്താണ് സംഭവിച്ചത്? താങ്കൾ എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് ജ്യോതിഷി? എന്റെ ജ്യോതിഷത്തിന് തെറ്റുപറ്റിപ്പോയി മഹാരാജ്. അങ്ങ് എന്നോട് ക്ഷമിച്ചാലും അതിന്റെ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മഴക്കാലത്തിന്റെ ആദ്യ ദിവസമായിരുന്നു. കാട്ടിൽ കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. മരങ്ങളുടെ ഇലകൾ പൂർണ്ണമായും കഴുകി വൃത്തിയായി. അവയുടെ തിളങ്ങുന്ന പച്ചനിറം വളരെ മനോഹരമായി കാണപ്പെട്ടു. എല്ലാ പക്ഷികളും മൃഗങ്ങളും അവരവരുടെ വീടുകളിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു. ആ വീടുകളിലൊന്ന് മിട്ടു എന്ന തത്തിയുടെയും മിൻകി എന്ന മൈനയുടെയും ആയിരുന്നു. അതെ അതെ, ഒന്ന് എണീക്കൂ. മൈന, എന്താ സംഭവിച്ചത്? നീ എന്തിനാ ഇത്ര പരിഭ്രാന്തനാകുന്നത്? എത്ര ശക്തമായ മഴയാണ് വരുന്നതെന്ന് അങ്ങ് കാണുന്നില്ലേ? അതെ അതെ, ഞാനത് ശ്രദ്ധിച്ചേയില്ല. എത്ര റൊമാൻറ്റിക് കാലാവസ്ഥയാണിത്. പ്രണയകാലം വയലിലേക്ക് പോയി. ചിങ്കുവും മിങ്കുവും വീട്ടിലില്ലെന്ന് താങ്കൾക്ക് കാണാൻ കഴിയുന്നില്ലേ? എന്റെ ദൈവമേ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. എവിടെയാ അവർ രണ്ടുപേരും? അപ്പോഴാണ് ഒരു വലിയ ഇടിമിന്നൽ ഉണ്ടായത്. രണ്ടുപേരും ഭയന്നു വിറച്ചു. വാ ചേട്ടാ, നിങ്ങളുടെ ആശയം വളരെ അടിപൊളിയായിരുന്നു. വള്ളത്തിൽ സഞ്ചരിക്കുന്നത് എത്ര രസകരമാണ്. അവർ രണ്ടുപേരും ഒരു തേങ്ങാ വള്ളത്തിലിരുന്ന് മഴ പരമാവധി ആസ്വദിക്കുകയായിരുന്നു. അപ്പോൾ സോനപ്രാവും അവന്റെ ഭാര്യയായ നീനപ്രാവും തന്റെ വീട്ടിലെ ജനലിൽ കൂടി അവരെ കണ്ടു. അതെ അതെ, മിങ്കുവും ചിങ്കിയും, ഈ മഴയത്ത് നിങ്ങൾ എവിടെയാണ് കറങ്ങി നടക്കുന്നത്? അമ്മായി, ഞങ്ങൾ രണ്ടുപേരും മഴയത്ത് കറങ്ങാൻ ഇറങ്ങിയതാണ്. വരൂ വരൂ, വീട്ടിലേക്ക് വരൂ. നിങ്ങളുടെ അച്ഛനും അമ്മയും വിഷമിക്കുന്നുണ്ടാകും. സോനപ്രാവിന്റെ വഴക്ക് കേട്ട് രണ്ടുപേരും വീടിനകത്തേക്ക് പോയി. കുറച്ചു സമയം കഴിഞ്ഞ് മിട്ടുവും നൈനയും പ്രാവിന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. അതെ നീന സഹോദരി, നിങ്ങൾ മിങ്കുനെയും ചിങ്കിയെയും കണ്ടോ? അപ്പോൾ നീനപ്രാവ് വാതിൽ തുറന്ന് അവർ രണ്ടുപേരും അകത്തേക്ക് പോയി. ദൈവത്തിന് നന്ദി, നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞങ്ങൾ എത്രമാത്രം വിഷമിച്ചുവെന്നോ. വൈകുന്നേരം മഴ കുറഞ്ഞപ്പോൾ എല്ലാ പക്ഷികളും പരുന്ത് രാജാവിന്റെ സദസ്സിൽ ഹാജരായി. ചുറ്റുമുള്ള വനങ്ങളിൽ ഈ മഴ വളരെയധികം നാശം വിതച്ചു. പക്ഷേ നമ്മുടെ കാട് ഇപ്പോഴും സുരക്ഷിതമാണ്. ഇത് നമുക്ക് വളരെ അഭിമാനകരമായ കാര്യവുമാണ്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു പക്ഷി തന്റെ കുഞ്ഞിനോടൊപ്പം കാട്ടിലേക്ക് വന്നു. രാജാവേ, എന്റെ പേര് മീനു പക്ഷി. മഴ കാരണം നമ്മുടെ കാട് നശിച്ചു. എന്താ, എനിക്ക് എന്റെ മക്കളോടൊപ്പം നിങ്ങളുടെ കാട്ടിൽ താമസിക്കാമോ? അതെ അതെ, ഉറപ്പായിട്ടും. പക്ഷേ കാട്ടിലെ ശുചിത്വം പ്രത്യേകം ശ്രദ്ധിക്കണം. മീനു പക്ഷി ഒരു നല്ല വീട് ഉണ്ടാക്കി. അതിനകത്ത് തന്റെ കുട്ടിയുമായി സുഖമായി ജീവിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കാട്ടിൽ ഒരു വിചിത്രമായ പ്രശ്നം ഉടലെടുത്തു. മരങ്ങളിലെ പഴങ്ങൾ കേടാകുവാൻ തുടങ്ങി. കുളത്തിലെ വെള്ളവും വറ്റി. എല്ലാ പക്ഷികളും രാജാവിന്റെ സദസ്സിൽ ഹാജരായി. അദ്ദേഹം അവിടുത്തെ ജ്യോതിഷിയായ കട്ട്ഫോർഡുവേയും വിളിച്ചു. ഏറ്റവും വലിയ കൊടുങ്കാറ്റുകളിൽ നിന്നും ചുഴലിക്കാറ്റുകളിൽ നിന്നു പോലും നമ്മുടെ കാട് സുരക്ഷിതമായി നിലകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയിൽ പോലും അതിൽ ദുരന്തങ്ങൾ സംഭവിക്കുന്നു. നമുക്കൊന്നും മനസ്സിലാകുന്നില്ല ജ്യോതിഷി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പുറത്തു നിന്നുള്ള എന്തെങ്കിലും ഈ കാട്ടിൽ പ്രവേശിച്ചിട്ടുണ്ടോ? മഹാരാജ്, താങ്കൾക്ക് ഓർമ്മയുണ്ടോ? കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ പക്ഷി മീനു നമ്മുടെ കാട്ടിലേക്ക് വന്നത്. അപ്പോൾ മുതൽ നമ്മുടെ കാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും തുടങ്ങിയിരിക്കുന്നു. അതെ, മിട്ടു പറയുന്നത് വളരെ ശരിയാണ്. അയ്യോ, നിങ്ങൾ എല്ലാവരും ഇതെന്താണ് ഈ പറയുന്നത്? മീനു പക്ഷി, നമ്മൾ ഇതുവരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടില്ല. ഈ കാട്ടിലേക്ക് നീ നിർഭാഗ്യം കൊണ്ടുവരികയാണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. നിനക്ക് നമ്മുടെ കാട് ഉപേക്ഷിച്ചു പോകേണ്ടി വരും. ഉറപ്പായിട്ടും നീ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ മീനുവിന് വളരെ വിഷമം തോന്നി. വരൂ മോളെ, ഇനി നമുക്ക് നീലമലനിരകളിൽ പോയി ഒറ്റയ്ക്ക് ജീവിക്കാം. അവർ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. അവർ പോയതിനു ശേഷം എല്ലാവർക്കും ആശ്വാസമായി. അവരുടെ കാടും വീടും പഴയതുപോലെ ആകുമെന്നറിഞ്ഞപ്പോൾ അവർക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായി.
എന്നാൽ അടുത്ത ദിവസം രാവിലെ മിട്ടു കണ്ണു തുറന്നപ്പോൾ അവൻ കണ്ടത് വളരെ ശക്തമായി മഴ പെയ്യുന്നതാണ്. അല്ല, വീണ്ടും മഴ തുടങ്ങിയോ? അതെ അച്ഛാ, എത്ര തണുത്ത കാറ്റാണ് വീശുന്നത്. അതിനു പുറമെ മഴയുടെ ശബ്ദം എത്ര മനോഹരമാണ്. മിട്ടുവും മൈനയും തന്റെ കുട്ടികളോടൊപ്പം ജനലിന്റെ അടുത്ത് നിന്ന് പുറത്തെ കാഴ്ചകൾ കാണുകയായിരുന്നു. അപ്പോൾ അവരുടെ വീട് കുലുങ്ങുവാൻ തുടങ്ങി. അമ്മേ, ഇതെന്താ സംഭവിക്കുന്നത്? കാറ്റും വളരെ ശക്തമാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ വീട് പൂർണ്ണമായും ചരിഞ്ഞു. എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂ. അവർ 4 പേരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും വീട് താഴേക്ക് വീണു. വെള്ളത്തിൽ ഒഴുകിപ്പോവുകയും ചെയ്തു. നമ്മുടെ വീട്! അവർ 4 പേരും കരയുവാൻ തുടങ്ങി. അങ്ങ് വന്നാലും നമുക്ക് എന്റെ സഹോദരി നീനപ്രാവിന്റെ വീട്ടിലേക്ക് പോകാം. മഴ തീരുന്നത് വരെ അവളുടെ വീട്ടിൽ നമുക്ക് നിൽക്കാം. പക്ഷേ ഇത്രയും ശക്തമായ കാറ്റിൽ നമുക്ക് എങ്ങനെ പറക്കുവാൻ കഴിയും? വാഴയില കൊണ്ട് നിർമ്മിച്ച ഒരു വള്ളത്തിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അവർ 4 പേരും വാഴയിലയുടെ വള്ളത്തിൽ ഇരുന്ന് മുന്നോട്ടേക്ക് പോയി. അങ്ങനെ നീനപ്രാവിന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. അവിടെ അവൾ തന്റെ ഭർത്താവിനോട് വഴക്കിടുകയായിരുന്നു. നിങ്ങൾ നമ്മുടെ വീടിന്റെ മേൽക്കൂര പരിശോധിച്ചോ ഇല്ലയോ? എന്തുകൊണ്ടാണ് നമ്മുടെ വീട് കുളമായി മാറിക്കൊണ്ടിരിക്കുന്നത്? നീ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? വിഷമിക്കാതിരിക്കുക. ഈ മഴ നിന്നാലുടൻ ഞാൻ ഇതൊക്കെ ശരിയാക്കാം. അപ്പോഴാണ് അവരുടെ വാതിലിൽ ഒരു മുട്ടൽ കേട്ടത്. ഇത്രയും കനത്ത മഴയിൽ ആരാണ് വന്നത്? പ്രാവ് വാതിൽ തുറന്നപ്പോൾ അവളുടെ സഹോദരിയെയും കുടുംബത്തെയും മുന്നിൽ കണ്ടു. മൈന സഹോദരി, നീയോ? വരൂ, അകത്തേക്ക് വരൂ. അതെ നീന ചേച്ചി. ചേട്ടാ, നിങ്ങളെ ശല്യപ്പെടുത്തുക എന്നത് ഞങ്ങളുടെ ഉദ്ദേശമായിരുന്നില്ല. കാറ്റിൽ നമ്മുടെ വീട് ഒഴുകിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നത്. സാരമില്ല എന്റെ സഹോദരി, നിങ്ങൾക്ക് എന്റെ വീട്ടിൽ താമസിക്കാം. പക്ഷേ മേൽക്കൂര അല്പം ചോർന്നൊലിക്കുന്നുണ്ട്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. കുറഞ്ഞ പക്ഷം നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു മേൽക്കൂരയെങ്കിലും ഉണ്ടല്ലോ. പെട്ടെന്നൊരു ശക്തമായ കാറ്റ് വീശി വീടിന്റെ മേൽക്കൂര പറന്നുപോയി. എന്റെ ദൈവമേ! വീടിനുള്ളിൽ മഴവെള്ളം നിറയുവാൻ തുടങ്ങി. അവർ എല്ലാവരും നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. എന്റെ വീട്, നമുക്കിത് എന്താണ് സംഭവിച്ചത്? അവർ എല്ലാവരും വാഴയിലയിലിരുന്ന് പരുന്ത് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ എത്തിയതിനു ശേഷം കണ്ട കാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. പരുന്ത് രാജാവിന്റെ കൊട്ടാരം വെള്ളത്തിൽ കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് നിരവധി പക്ഷികൾ കൂടിയിരുന്നു. നിങ്ങൾ എല്ലാവരും ഈ വള്ളത്തിലേക്ക് വരൂ. പരുന്ത് രാജാവിനൊപ്പം എല്ലാവരും വള്ളത്തിലേക്ക് കയറി. വള്ളം മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങി. പരുന്ത് രാജാവേ, ഇങ്ങനെ ഞങ്ങൾക്ക് ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ശക്തമായ കൊടുങ്കാറ്റിലും ഞങ്ങളുടെ വീടുകൾ സ്ഥിരത പുലർത്തി. എന്നാൽ എല്ലാവരുടെയും വീടിപ്പോൾ നശിക്കാൻ മാത്രം തുടങ്ങി. ഇത്തവണ എന്താണ് സംഭവിച്ചത്? താങ്കൾ എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് ജ്യോതിഷി? ഇത് കേട്ട് കട്ട്ഫോർഡുവ വിഷമത്തോടെ പറഞ്ഞു. എന്റെ ജ്യോതിഷത്തിന് തെറ്റുപറ്റിപ്പോയി മഹാരാജ്. അങ്ങ് എന്നോട് ക്ഷമിച്ചാലും അതിന്റെ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സംഭവിക്കുന്നതിനെല്ലാം കാരണം നമ്മൾ ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ചത് കൊണ്ടാണ്. മീനു എന്ന പക്ഷിയെ നമ്മൾ നിർഭാഗ്യവതിയായി പ്രഖ്യാപിച്ച് നമ്മൾ എല്ലാവരും ചേർന്ന് അതിനെ ഈ കാട്ടിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഭഗവാൻ ആ പാപത്തിന്റെ ശിക്ഷയാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് മഴ പെയ്യുമ്പോഴെല്ലാം നമുക്ക് ഒരു ദോഷവും സംഭവിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോഴോ ഈ മഴ മീനുവിന്റെ കണ്ണുനീർ കാരണം മാത്രമാണ് സംഭവിക്കുന്നത്. അവൾ എവിടെയോ ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പൊഴിയുന്നിടത്തോളം നമ്മുടെ കാട്ടിൽ ഇതുപോലെ മഴത്തുള്ളികൾ പെയ്തുകൊണ്ടേയിരിക്കും. ഇത് കേട്ട് പരുന്ത് രാജാവ് എല്ലാവരെയും നോക്കി. എന്നിട്ട് പറഞ്ഞു, വരൂ, നമുക്കെല്ലാവർക്കും കറുത്ത കുന്നിലേക്ക് പോകാം. അവരെല്ലാവരും കറുത്ത കുന്നിലെത്തിയപ്പോൾ മീനുവും തന്റെ കുഞ്ഞും ഒരു കൊമ്പിലിരിക്കുന്നത് കണ്ടു. മീനു കരയുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി മഴവെള്ളത്തിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. മീനു ഞെട്ടിപ്പോയി. പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. നിങ്ങളെല്ലാവരും എന്നെ ഇവിടെ നിന്നും ഓടിക്കുവാൻ വന്നതാണ്.
വന്നതാണോ? ഇതും നിങ്ങളുടെ കാടിന്റെ ഭാഗമാണോ? അല്ല മീനു, നമ്മളിവിടെ നിന്നെ കൊണ്ടുപോകാൻ തന്നെ വന്നതാണ്. നിന്നെ നിർഭാഗ്യവതി എന്ന് വിളിച്ച് കാട്ടിൽ നിന്ന് പുറത്താക്കിയതിലൂടെ നമുക്ക് വളരെ വലിയ തെറ്റുപറ്റി. അതിനുള്ള ശിക്ഷ ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. മീനു വളരെ സമാധാനമായി അവർ പറയുന്നതെല്ലാം കേട്ടു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകുകയായിരുന്നു. മീനു, ദയവായി കരച്ചിൽ നിർത്തൂ. എന്നിട്ട് നമ്മളോടൊപ്പം വരൂ. നീ നമ്മളോടൊപ്പം നമ്മുടെ കാട്ടിലേക്ക് വന്നാൽ ഒരുപക്ഷെ അവിടെയെല്ലാം സാധാരണ നിലയിലാകും. എന്തെന്നാൽ നീ നിർഭാഗ്യവതിയല്ല, നീ നമുക്ക് വളരെ ലക്കിയാണ്. മീനുവും അവരുടെ വള്ളത്തിൽ കയറി. എന്നിട്ട് എല്ലാവരും കാട്ടിലേക്ക് തിരിച്ചു. അയ്യോ, ഇതെന്തു പറ്റി? നിങ്ങളുടെ കാട് മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുന്നു. അതെ മീനു, പക്ഷെ ഇതെല്ലാം നീ പോയതിനു ശേഷമാണ് നടന്നത്. ഈ രീതിയിൽ നീന്തി അവർ ഒരു വീടിനടുത്തേക്ക് എത്തി. അത് തികച്ചും സുരക്ഷിതമായിരുന്നു. അയ്യോ, എന്റെ വീട്! മീനു, ഞങ്ങളുടെ വലിയ വീടുകൾക്ക് ഈ കൊടുങ്കാറ്റിനെ അതിജീവിക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ നിന്റെ വീടോ ഇപ്പോഴും സുരക്ഷിതമായി അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. കൊടുങ്കാറ്റ് ശമിക്കുന്നത് വരെ നിങ്ങൾ എല്ലാവരും എന്റെ വീട്ടിൽ തന്നെ കഴിയുക. അവരെല്ലാം മീനുവിന്റെ വീട്ടിലേക്ക് കയറി. അവിടെ എല്ലാവരും സമാധാനത്തോടെ കഴിഞ്ഞു. പതിയെ മഴ നിന്നു. കാലാവസ്ഥ മനോഹരമായി മാറി. മീനു, നിനക്ക് വളരെയധികം നന്ദി. ഇപ്പോൾ നമ്മൾ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും അവരവരുടെ വീടുകൾ പുനർനിർമ്മിക്കണം. ശരി, ഞാനും നിങ്ങളെ എല്ലാവരെയും സഹായിക്കാം. എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മുന്നിലുള്ള കാഴ്ച കണ്ട് അവർ ഞെട്ടിപ്പോയി. അതെ, ഇത് നമ്മുടെ വീട് തന്നെയാണ്. അവരുടെ എല്ലാ വീടുകളും ഒരേ ഏരിയയിലെ മരങ്ങളിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് അവർ കണ്ടു. എല്ലാ വീടുകളും തികച്ചും സുരക്ഷിതമാണ്. അരേ വാ, നമ്മുടെ എല്ലാവരുടെയും വീടുകൾ സുരക്ഷിതമാണല്ലോ. അവരവരുടെ വീടുകൾ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. മീനു, നീ വന്നപ്പോൾ ദൈവം നമ്മുടെ വീട് വീണ്ടും നിർമ്മിച്ചു. ഇനി നീ ഒരിക്കലും നമ്മെ ഉപേക്ഷിച്ചു പോകരുത്. താങ്ക് യു മീനു. ഹേ ചെണ്ടുപ്പങ്ങളെ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ വയറ് നിറയെ കഴിച്ചതാണല്ലോ. ബാക്കി വന്ന ധാന്യം എവിടേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഞാൻ ദിവസവും പകുതി ഭക്ഷണം കഴിക്കും, ബാക്കി പകുതി ഞാൻ എടുത്തു വെക്കും, അതും ഈ ഗുഹയുടെ അകത്ത്. ഇതിനെയാണ് പറയുന്നത് ബുദ്ധി കൊണ്ട് വയറ് നിറയ്ക്കുന്നതെന്ന്. ഡ്രീംലാൻഡ് കാട്ടിൽ റോക്കി എന്നൊരു കാക്ക ജീവിച്ചിരിക്കുന്നുണ്ട്. അത് ജീവിതം കാണുന്ന വിധം മറ്റുള്ള പറവകളേക്കാൾ വ്യത്യസ്തമാണ്. വെട്ടികളായ മൃഗങ്ങൾ ദിവസവും മണിക്കൂറുകളോളം കഷ്ടപ്പെട്ട് അവർ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത്. എന്നാൽ എൻ്റെ ബുദ്ധി വിമാനമാണ്. അപ്പ അത് കണ്ടു ടീനുക്കുരുവി ഒരു ആപ്പിൾ വളരെ കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് അതിന്റെ കൂട്ടിലേക്ക് വരുന്നത്. ഹേ ടീനു പക്ഷി, നീ ഇന്ന് വരാനെന്താ ഇത്രയും സമയമെടുത്തത്? നീ വരുമെന്ന് ഞാൻ കാത്തിരിക്കുമായിരുന്നു. നീ എന്റെ ഭക്ഷണം മോഷ്ടിക്കാൻ നോക്കുക, അതുകൊണ്ടാണ് എനിക്ക് കാത്തിരിക്കുന്നത്. അയ്യോ, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ അനിയൻ അന്ന് നിങ്ങളുടെ കൂട്ടിൽ വന്നിരുന്നില്ലേ? അവൻ കരയുമായിരുന്നു. എന്റെ അനിയെ കരഞ്ഞുകൊണ്ട് വന്നോ? നീ എന്തിനാ കരയുന്നെന്ന് ചോദിച്ചില്ലേ? അവൻ എന്തോ പറയാൻ ബുദ്ധിമുട്ടുകയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു. നിങ്ങളുടെ അമ്മയുടെ 2 ചിറകുകളും കട്ടായെന്നവൻ പറഞ്ഞു. അവരിപ്പോൾ മരിക്കുന്ന അവസ്ഥയിലാണത്രേ. നീ എന്താ പറയുന്നേ? എന്റെ അമ്മ ജീവന് വേണ്ടി പോരാടുന്നു. അത് കേട്ടത് ചീനുവിന് ഷോക്ക് അടിച്ച പോലെ തോന്നി. അതിന്റെ കണ്ണിൽ നിന്ന് കണ്ണീരും വന്നു. ഉടനെ അവിടെ നിന്ന് പറന്നു. ഇതിനെയാണ് പറയുന്നത് ബുദ്ധി കൊണ്ട് വയറ് നിറയ്ക്കുന്നതെന്ന്. അങ്ങനെ പറഞ്ഞ കാക്ക സന്തോഷത്തോടെ ടീനുവിന്റെ കൂട്ടിൽ ചെന്നു അവിടെ ഉണ്ടായിരുന്ന ആപ്പിൾ സന്തോഷമായി കഴിച്ചു. വാവ്, ഇത് അടിപൊളിയാണല്ലോ. കഷ്ടപ്പെട്ട് തേടി തിന്നാൽ എനിക്ക് സന്തോഷം കിട്ടുകയില്ല. അങ്ങനെ അത് പാതി ആപ്പിൾ സന്തോഷമായി കഴിച്ച് ബാക്കി ആപ്പിൾ താഴേക്ക് വലിച്ചെറിഞ്ഞു. നന്നായി കഴിച്ചു. ഇനി കുറച്ച് സമയം നമുക്ക് കളിക്കാം. അങ്ങനെ പറഞ്ഞത് സന്തോഷത്തോടെ പറക്കാൻ തുടങ്ങി. അങ്ങനെ അത് കാട്ടിലുള്ളവരെ പറ്റിച്ചുകൊണ്ട് അതിന്റെ ജീവിതം സന്തോഷമായി ജീവിച്ചു. ആ കാട്ടിൽ കഠിന പ്രയത്നം ചെയ്യുന്ന ഉറുമ്പും ജീവിച്ചുകൊണ്ടിരുന്നു.
ആ സമയത്ത് ഒരു മരത്തിന്റെ കൊമ്പിലിരുന്നു കൊണ്ട് കാക്ക ജോലി ചെയ്യുന്ന ഉറുമ്പിനെയാണ് നോക്കി നിന്നത്. അയ്യോ, ഇതെനിക്ക് എടുക്കാൻ കഴിയുന്നില്ല. ഇതെടുത്ത് കൊണ്ടുവരുമ്പോഴേക്കും എന്റെ നട്ടെല്ല് ഒടിയുമെന്നാ തോന്നുന്നത്. അങ്ങനെ ആ ഉറുമ്പ് ആ കടല കുറച്ച് കഴിച്ചു. അപ്പൊ അതിന്റെ ഭാരം കുറച്ച് കുറവുണ്ടായി. വീണ്ടും അത് ചുമന്നുകൊണ്ടേ അതിന്റെ വല നോക്കി നടന്നു. ഹേ ചിണ്ടുപ്പങ്ങളെ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ വയറ് നിറയെ കഴിച്ചതാണല്ലോ. ബാക്കി വന്ന ധാന്യം എവിടേക്കാ നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഞാൻ ദിവസവും പകുതി ഭക്ഷണം കഴിക്കും, ബാക്കി പകുതി ഞാൻ എടുത്തു വെക്കും, അതും ഈ ഗുഹയുടെ അകത്ത്. അയ്യോ, അത് മണ്ടത്തരമാണ്. പകുതി കഴിച്ചിട്ട് പകുതി വെക്കുന്നതിൽ ഒരു പ്രയോജനവുമില്ല. ഇത് പൊക്കിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുവരാൻ എന്തോരം ബുദ്ധിമുട്ടും. കഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ ഭാവിക്ക് വേണ്ടി നമ്മൾ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടല്ലേ പറ്റൂ. നാളെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് എനിക്ക് ഭക്ഷണം തേടി പുറത്തു പോകാൻ പറ്റാതായാലോ? അപ്പൊ ഞാൻ എന്ത് കഴിക്കും? നിങ്ങളുടെ ചിന്താഗതി എല്ലാം തെറ്റാണ്. ഇപ്പോൾ ഇത് ഫ്രഷ് അല്ലേ, പറ്റുന്നത് കഴിച്ചിട്ട് ബാക്കി നീ വലിച്ചെറിയേ. അങ്ങനെ പറഞ്ഞത് അവിടെ നിന്ന് പറന്നു. അങ്ങനെ പല മാസങ്ങളും കഴിഞ്ഞു. മഴക്കാലവും ആരംഭിച്ചു. എത്ര വലിയ കൊടുങ്കാറ്റടിച്ചെന്നോ, ആ കാറ്റിൽ എല്ലാ മരങ്ങളും വീഴാൻ തുടങ്ങി. ഒരുപാട് വലുതും ആഴമുള്ള മരങ്ങൾ മാത്രമേ ജീവനോടെ ഉണ്ടായുള്ളൂ. കാക്കി അതിന്റെ കൂട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരുന്നു. എത്ര നന്നായി കാറ്റ് വീശുന്നു. എങ്ങനെ ഇവിടെ തന്നെ കിടന്നുറങ്ങണം. എൻ്റെ വായിൽ എല്ലാവരും കൊണ്ടുവന്ന് പഴധാന്യങ്ങളിട്ടാൽ എന്ത് നന്നായനെ. പക്ഷെ ആ സമയത്ത് എന്ത് സംഭവിച്ചെന്നോ, കാറ്റിൽ അതിന്റെ കൂടെ താഴേക്ക് വീണു. അതിനുശേഷം കാക്കയും ഡുമ്മിന് താഴെ വീണു. അയ്യോ ദൈവമേ, മഴ വരുന്നല്ലോ, അതും ഇടിയോടൊപ്പം. ഞാനിത് ശ്രദ്ധിച്ചില്ലല്ലോ. അപ്പൊ അത് ശ്രദ്ധിച്ചു വെള്ളത്തിൽ അതിന്റെ കൂടെ ഒഴുകിപ്പോയത്. അതിന്റെ മാത്രമല്ല, അടുത്തുള്ള കുരുവികളുടെ കൂടെ ഒഴുകി. എന്താ ഇത്? ഇങ്ങനെ ആകുമെന്ന് ഞാൻ ചിന്തിച്ചതേ ഇല്ലല്ലോ. ഇപ്പൊ പെയ്യുന്ന മഴയിൽ അതിന് പറക്കാനും കഴിഞ്ഞില്ല. ആ കാറ്റിന്റെ വേഗത്തിൽ അതിന് മുന്നോട്ട് പറക്കാനേ സാധിച്ചില്ല. അത് പുറകോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ആരോടെങ്കിലും സഹായം അഭ്യർത്ഥിച്ചേ പറ്റൂ. അങ്ങനെ ചിന്തിച്ചത് ടീനക്കുരുവിയുടെ വീട്ടിൽ വന്നു. ഇപ്പൊ അത് അതിന്റെ അനിയന്റെ വീട്ടിലായിരുന്നു. ടീനുപക്ഷി, അയ്യോ ടീനുപക്ഷി. അതിന്റെ ശബ്ദം കേട്ട് പുറത്ത് വന്ന് ടീനു വാതിൽ തുറന്നു. ടീനു, നിന്നെ എൻ്റെ വീട്ടിലൊന്ന് കയറ്റാമോ? എൻ്റെ കൂടൊക്കെ പറന്നുപോയി. അതുമല്ലാതെ എനിക്ക് പരക്ക് പറ്റി. ഓഹോ, നീ എനിക്ക് എന്ത് ചെയ്തിട്ടാ ഞാൻ നിനക്ക് കൂട്ടി സ്ഥലം തരേണ്ടത്? എൻ്റെ ആരോഗ്യനില ശരിയല്ല. നീ എന്നെ എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ എന്നെ എത്ര കഷ്ടപ്പെടുത്തുന്നറിയോ? ഞാൻ വിശപ്പാടിയാ പറന്നു പോയതും. ഇപ്പൊ നിനക്ക് മനസ്സിലാകും മറ്റുള്ളവരുടെ ഭക്ഷണം മോഷ്ടിച്ച് കഴിക്കാതെ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് എത്ര കഷ്ടമാണെന്ന്. അങ്ങനെ പറഞ്ഞ് ടീനു അകത്ത് ചെന്ന് വാതിലും അടച്ചു. ഇപ്പോഴാണ് കാക്കിക്ക് അത് ചെയ്ത് തെറ്റ് മനസ്സിലായത്. ഞാൻ ചെയ്തതെല്ലാം പ്രശ്നമാണ്. ഇപ്പോൾ ഞാനും പ്രശ്നത്തിലാണ്. അതുകൊണ്ടാണ് ആരും എന്നെ ഇപ്പോൾ സഹായിക്കാത്തത്. അങ്ങനെ പറഞ്ഞ് റോക്കി അവിടെ നിന്ന് പറന്നുപോയി. അപ്പൊ അത് കണ്ടു, ആ കഷ്ടപ്പെടുന്ന ഉറുമ്പ് ഗുഹയ്ക്ക് പുറത്തുണ്ടായിരുന്നു. അതിന്റെ കയ്യിൽ ഒരു ഇലയും ഉണ്ടായിരുന്നു. ഹേ ചിന്തു, നീ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ ഇത്ര ദിവസം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണ ഗുഹയ്ക്കുള്ളിലുണ്ട്. ഈ വെള്ളം ഗുഹയ്ക്കകത്തേക്ക് വരാൻ നോക്കുന്നു. അതുകൊണ്ട് എലിയുടെ സഹായം കൊണ്ട് ഈ വെള്ളത്തിനെ ഞാൻ മാറ്റി ഒഴുക്കുന്നത്. ഞാനും ഈ ഗുഹയിൽ കയറിക്കോട്ടെ ചിന്തു? തീർച്ചയായും താമസിക്കാൻ റോക്കി ചേട്ടാ. അകത്ത് ഞാൻ ഒരുപാട് ഭക്ഷണം ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസം വരെ എവിടേക്ക് പോകണ്ട. സന്തോഷത്തോടെ ഗുഹയിലിരിക്കാം. എങ്ങനെയോ കാറ്റും മഴയും കുറയുന്നവരെ വെള്ളം ഗുഹയ്ക്കകത്തേക്ക് പോകാത്ത പോലെ ഞാൻ ഇവിടെ നിന്ന് പിടിക്കാം. ഉറുമ്പങ്ങനെ പറഞ്ഞത് കേട്ട് കാക്കയുടെ മനസ്സ് തന്നെ മാറി. ഞാൻ നിന്നെ ഒരു ധാന്യം കൊണ്ടുപോകാൻ പോലും സഹായിച്ചിട്ടില്ല. എന്നാൽ നീ 1 മാസമായി നീ കഴിക്കാൻ വെച്ച ആ ധാന്യം നീ എനിക്ക് വേണ്ടി ഇപ്പോൾ തരാൻ പോകുന്നു. വേറെ ഞാൻ എന്ത് ചെയ്യാനാ കാക്കച്ചേട്ടാ? ഞാൻ അതുകൊണ്ടല്ലേ കഷ്ടപ്പെട്ട് ശേഖരിച്ച് ആപത്തിൽ സഹായമാകുമെന്ന്. അത് ആര് കഴിച്ചാൽ എന്താ? നിന്റെ ധൈര്യം ഞാനിപ്പോൾ കണ്ടപ്പോൾ
എനിക്കും അധ്വാനിച്ച് കഴിക്കാൻ ഇപ്പോൾ തോന്നുന്നു. ഇപ്പോൾ കണ്ടോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. അങ്ങനെ പറഞ്ഞ കാക്ക അവിടുന്ന് പറന്നു ചെന്ന് അതിന്റെ കൊക്കിൽ ഒരു കല്ലെടുത്തുകൊണ്ട് വന്നു. ആ കല്ല് ആ ഉറുമ്പിന്റെ അടുത്ത് വെച്ചുകൊണ്ട് വീണ്ടും അത് പറന്നുപോയി. അതിനുശേഷം വീണ്ടും ഒരു കല്ല് കൊണ്ടുവന്ന് ആ കല്ലിനടുത്ത് തന്നെ ഇട്ടു. അങ്ങനെ ചില മണിക്കൂറുകൾ കാക്ക പ്രയത്നിച്ചു. ഉറുമ്പ് എവിടെ ഇല പിടിച്ചു നിന്നോ അവിടെ ഒരുപാട് കല്ലുകൾ ഇടാൻ തുടങ്ങി. അതൊരു മതില് പോലെയായി. അവിടെ ഒഴുകി വന്ന വെള്ളമൊക്കെ മാറി ഒഴുകാനായി തുടങ്ങി. ആഹാ, നന്നായിട്ടുണ്ട് കാക്കച്ചേട്ടാ, നിങ്ങളൊരു മതില് തന്നെ ഉണ്ടാക്കി. ഇനി എപ്പോഴും ഈ വെള്ളമൊക്കെ അകത്തേക്ക് വരികയില്ല. അത് കേട്ട് കാക്ക വളരെ സന്തോഷിച്ചു. പിന്നെ രണ്ടുപേരും ഗുഹയ്ക്കകത്തേക്ക് പോയി ഭക്ഷണവും കഴിച്ചു. വളരെ നന്നായിട്ടുണ്ട്. കഷ്ടപ്പെട്ട് കഴിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഭക്ഷണത്തിന് ഒരു രുചിയും കിട്ടില്ലായിരുന്നു. കാക്ക എന്താണ് ആ പാഠം പഠിച്ചത്? എപ്പോഴും കഠിനമായി പ്രയത്നിക്കണമെന്ന്, പിന്നെ എല്ലാവരെയും സഹായിക്കണമെന്നും. അപ്പോഴേ നമുക്കൊരാപത്ത് വന്നാൽ ഒറ്റയ്ക്ക് കഷ്ടപ്പെടാതിരിക്കാനാകൂ എന്നും.